യഥോധർമ്മ സ്തതോ ജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് പാണ്ഡു മഹാരാജാവിൻ്റെ മരണവും കുന്തിദേവിയെയും പുത്രന്മാരെയും ഋഷിവര്യന്മാരും ശിഷ്യന്മാരുമായി ഹസ്തിനപുരി കൊട്ടാരത്തിലെത്തിക്കുന്നതും, ഈ സമയത്ത് ഹസ്തിനപുരി കൊട്ടാരത്തിൽ മരണാനന്ത ചടങ്ങുകൾക്ക് വേണ്ടി എത്തിയ വ്യാസ മഹാഋഷിയുടെ നിർദ്ദേശപ്രകാരം ഋഷിവര്യൻ്റെ മാതാവായ സത്യവതിയും പുത്രവധുക്കളായ അംബികയും അംബാലികയും വനവാസത്തിലേക്ക് വേണ്ടി പോകുന്നതും ആയ ഭാഗങ്ങളാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് തുടരേണ്ടത് പ്രധാനമായും പാണ്ഡവരുടെയും കൗരവരുടെയും ബാല്യകാല ചേഷ്ടകളാണ്. പ്രധാനമായും ഹസ്തിനപുരി കൊട്ടാരത്തിൽ വസിക്കുന്ന കൗരവർ 101 പേരും പാണ്ഡവർ 5 പേരും ഒരുമിച്ച് കൊട്ടാരത്തിന് പരിസരത്തും കൊട്ടാരത്തുമൊക്കെ വളരെ മനോഹരമായ കളി വിനോദങ്ങളാൽ കഴിഞ്ഞ് മുന്നോട്ട് പോയി. ഈ സമയത്തൊക്കെ കൗരവർ 100 ബാലന്മാരുണ്ടായിരുന്നുവെങ്കിലും പാണ്ഡവർ 5 പേര് മാത്രമേ ഉള്ളൂവെങ്കിലും ഭീമനോട് മത്സരിച്ച് തോൽപ്പിക്കാൻ ഒരു കളികളിലും കൗരവരിൽ ആർക്കും, അതായത് 100 പേരും ഒരുമിച്ച് വിചാരിച്ചാൽ പോലും കഴിയുമായിരുന്നില്ല. അങ്ങനെ ബാല്യകാലത്ത് തന്നെ അതീവ ബലവാനായ ഭീമസേനനെ ഒരു വിധത്തിലും ഒരു കളികളിലും തോൽപ്പിക്കാൻ കഴിയാത്തതിനാൽ ദുര്യോധനനും അനുജന്മാർക്കും വളരെയധികം ഭീമസേനനോട് ഈർഷ്യ തോന്നാനിടയായി. ഭീമസേനൻ വിനോദങ്ങളുടെ ഭാഗമായി കൗരവരിൽ ഒന്നിലധികം പേരെ ഒരുമിച്ച് തല പിടിച്ച് കൂട്ടിയിടിക്കുക, വൃക്ഷങ്ങളിൽ ഫലമൂലാദികൾ പറിക്കുന്നതിലേക്ക് വേണ്ടി കയറുന്ന കൗരവ ബാലന്മാരെ മരത്തിലിരിക്കുമ്പോൾ തന്നെ മരം പിടിച്ച് കുലുക്കി പഴങ്ങളോടൊപ്പം ആ ബാലന്മാരും മൂട്ടിൽ വന്ന് വീഴുക, ഇങ്ങനെ പല കൗതുകപരമായ കളികളും ഭീമസേനൻ നിർവഹിക്കുകയും അത് കണ്ട് ഭീമസേനൻ ആനന്ദിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ കൗരവ പാണ്ഡവ പക്ഷഭേദം ആ ബാല്യകാലത്തിൽ തന്നെ മനസ്സിൽ അങ്ങനെ അടിഞ്ഞുകൂടി വളർന്നു വരികയായിരുന്നു. ഭീമസേനൻ പലവിധത്തിലും തന്നെയും അനുജന്മാരെ ഉപദ്രവിക്കുന്നതായി ദുര്യോധനൻ ധൃതരാഷ്ട്രരോട് പല പ്രാവശ്യവും പരാതിപ്പെട്ടിരുന്നു. ഇത് കേൾക്കുമ്പോൾ ധൃതരാഷ്ട്രർക്കും മനസ്സിൽ ഭീമസേനനോട് ഒരു പ്രത്യേക തരം വിരോധം മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഭീമസേനൻ യാതൊരു വിധത്തിലുള്ള പക്ഷഭേദം കൊണ്ടോ വിരോധം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല ഇതൊക്കെ ചെയ്തിരുന്നത്. കേവലം വിനോദമായി മാത്രമേ ഭീമസേനൻ ഇതൊക്കെ കണ്ടിരുന്നുള്ളൂ. എന്തായാലും നാളുകൾ അങ്ങനെ കടന്നുപോയി. ഒരു കളികളിലും ഭീമസേനനെയും പാണ്ഡവരെയും തോൽപ്പിക്കാൻ കഴിയാത്തതിന് പ്രധാന കാരണം പാണ്ഡവർ 5 പേരേ ഉള്ളൂവെങ്കിലും ഭീമസേനൻ്റെ ശക്തിയാണ് എന്ന് മനസ്സിലാക്കിയ കൗരവന്മാർ ഏതെങ്കിലും വിധത്തിൽ ഭീമസേനനെ ഒന്ന് അപായപ്പെടുത്തണം എന്ന് മനസ്സിൽ കിടക്കുകൂട്ടി. അങ്ങനെ ഒരു നാൾ വിനോദത്തിൻ്റെ ഭാഗമായി ഗംഗാനദിയിൽ ജലക്രീഡ നടത്തുന്നതിലേക്ക് വേണ്ടി പോകാൻ തീരുമാനിക്കുകയും ഒരു ദിവസത്തെ ജലക്രീഡ നടക്കുന്ന സമയത്ത് കരയിൽ വിനോദം കഴിഞ്ഞ് വിശ്രമിക്കുന്നതിലേക്ക് വേണ്ടി ഏതാനും കൂടാരങ്ങൾ രാജകിങ്കരന്മാരെ കൊണ്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ജലക്രീഡയ്ക്കായി ഗംഗാനദിയുടെ തീരത്തേക്ക് കൗരവ പാണ്ഡവ ബാലന്മാരെല്ലാം പോകാൻ തീരുമാനിച്ചു.
ദുര്യോധനന് ബാലനായിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉള്ളിൽ പാണ്ഡവരോട് ഇത്രമാത്രം ശത്രു ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണം കൂടെ, കൗരവ ബാലന്മാർക്കെല്ലാം എന്താവശ്യമുണ്ടെങ്കിലും ആ ആവശ്യം ദുര്യോധനെ ഉണർത്തിക്കുകയും ദുര്യോധനൻ ഇത് പിതാവിനെ അറിയിച്ച് പിതാവിൽ നിന്ന് എല്ലാം നേടിക്കൊടുക്കുക എന്ന ക്രമം അവിടെ നിലനിന്നിരുന്നു. ദുര്യോധനൻ എന്താവശ്യപ്പെട്ടാലും നിർവഹിച്ചു കൊടുക്കുക എന്നത് ധൃതരാഷ്ട്രർക്ക് അതീവ താല്പര്യമുള്ള കാര്യവുമായിരുന്നു. അതായത് തൻ്റെ മൂത്ത പുത്രനോട് അതീവ വാത്സല്യം ഉള്ളിൽ സൂക്ഷിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന ധൃതരാഷ്ട്രർ ഇത് മനസ്സിലാക്കി കൗരവ ബാലന്മാരെല്ലാം എന്താവശ്യമുണ്ടെങ്കിലും ദുര്യോധനെ അറിയിക്കുകയും ഇത് ദുര്യോധനൻ രാജസമക്ഷം എത്തിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. എന്നാൽ ഒരു കാരണവശാലും പാണ്ഡവർ 5 പേരും തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുര്യോധനെ ഒരു ഇടനിലക്കാരനായി രാജാവിൻ്റെ അടുത്തെത്തിക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അത്തരം ആനുകൂല്യങ്ങളൊന്നും അവർ സ്വീകരിച്ചിരുന്നതുമില്ല. ഇതിലൊക്കെ ദുര്യോധനന് പാണ്ഡവ ബാലന്മാരോട് ഉള്ളിൽ അമർഷമുണ്ടായിരുന്നു. എന്തായാലും ജലക്രീഡയ്ക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തു. ആ ജലക്രീഡ എന്നത് തന്നെ ദുര്യോധനൻ്റെയും അനുജനായ ദുശാസനൻ്റെയും ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന ഭീമനോട് പക വീട്ടുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരവസരമായി കണക്കാക്കുകയും എല്ലാവരും ഗംഗാനദീ തീരത്തെത്തി ജലക്രീഡയ്ക്ക് മുമ്പ് തന്നെ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയ മധുര പലഹാരങ്ങളൊക്കെ ആവോളം ഭക്ഷിക്കുകയും ഈ ഭക്ഷിക്കുന്ന സമയത്ത് ദുര്യോധനൻ പ്രത്യേകം ഭീമന് നൽകുന്നതിലേക്ക് വേണ്ടി കാളകൂട വിഷം ചേർത്ത ഏതാനും പലഹാരങ്ങൾ തയ്യാറാക്കിയിരുന്നു. വളരെ സ്നേഹമയമായി ദുര്യോധനൻ ഈ പലഹാരങ്ങളെല്ലാം ഭീമസേനനെ കൊണ്ട് കഴിപ്പിക്കുകയും എല്ലാവരും ആവോളം മധുര പലഹാരങ്ങൾ കഴിച്ചതിന് ശേഷം ഗംഗയിലിറങ്ങി ജലക്രീഡ തുടങ്ങുകയും ചെയ്തു. പലവിധത്തിലുള്ള വിനോദങ്ങൾ ഗംഗാ നദിയിൽ അങ്ങനെ നടത്തി ബാലന്മാർ മുന്നേറവേ ഉള്ളിൽ വിഷം ആക്രമിച്ചു തുടങ്ങിയപ്പോൾ ഭീമസേനൻ ഒരു അലോസരം തോന്നുകയും കരയ്ക്ക് കയറി ഒരു കൂടാരത്തിൽ വന്ന് വിശ്രമിക്കുകയും ചെയ്തു. ഈ സമയം ഭീമനെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്ന ദുര്യോധനനും ഏതാനും അനുജന്മാരും കൂടാരത്തിലെത്തുകയും ദുര്യോധനെ ഒരു കയറുകൊണ്ട് കെട്ടി കൈയും കാലുമെല്ലാം കെട്ടി വരികയും ചെയ്ത് പാണ്ഡവരുടെയോ മറ്റ് കൗരവ ബാലന്മാരുടെയോ ശ്രദ്ധ പതിയാത്ത ഭാഗത്തേക്ക് ഇവരേതാനും പേർ ഭീമസേനെ എടുത്തു കൊണ്ടുപോയി ഗംഗാനദിയിൽ ഇട്ട് കളഞ്ഞു. വിഷത്താൽ നല്ലവണ്ണം ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭീമസേനൻ ഗംഗാനദിയുടെ ഉൾത്തടങ്ങളിലേക്ക് ഇങ്ങനെ താന്ന് പോവുകയായിരുന്നു. ഈ താന്ന് പോകുന്ന സമയത്ത് ഭീമസേനൻ അങ്ങ് നാഗലോകത്ത് എത്തപ്പെട്ടു. നാഗലോകത്ത് എത്തപ്പെട്ട ഭീമസേനനെ അവിചാരിതമായി തങ്ങളുടെ ലോകത്ത് ഒരു മനുഷ്യൻ എത്തപ്പെട്ടത് കണ്ട് ഏതാനും സർപ്പങ്ങൾ ആദ്യം ഭീമസേനനെ കൊത്തി. സർപ്പ ദംശനമേറ്റ ഭീമസേനൻ അതിഘോരമായ വിഷമുണ്ടായിരുന്ന ആ സർപ്പങ്ങളുടെ വിഷം ഉള്ളിലേക്ക് ചെന്നപ്പോൾ കാളകൂട വിഷം ഉറഞ്ഞിരുന്നത് ഇളകുകയും അങ്ങനെ ഭീമസേനന് ശരീരം അനക്കമുണ്ടാകുകയും ചെയ്തു. ശരീരം അനങ്ങിക്കഴിഞ്ഞപ്പോൾ ഭീമസേനൻ ഉണർന്ന് ഒന്ന് ബലം പ്രയോഗിച്ചപ്പോൾ കെട്ടിയിരുന്ന കെട്ടുകളെല്ലാം പൊട്ടിപ്പോവുകയും എണീറ്റ ഭീമസേനൻ ആ സർപ്പങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി. ഭീമസേനൻ്റെ ആക്രമത്താൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സർപ്പങ്ങൾ വീണ്ടും വീണ്ടും ഭീമസേനനെ കൊത്തി വിഷം പതിപ്പിച്ചു കൊണ്ടിരിക്കുകയും ഈ സർപ്പവിഷങ്ങൾ ഭീമസേനൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതനുസരിച്ച് കാളകൂട വിഷത്തിൻ്റെ വീര്യം നഷ്ടപ്പെടുകയും അങ്ങനെ ഭീമസേനൻ വിഷദംശനമില്ലാത്ത ഒരാളിൻ്റെ അവസ്ഥയിൽ എത്തപ്പെടുകയും ചെയ്തു. ഈ അവസ്ഥയിലെത്തിയപ്പോൾ സർപ്പങ്ങൾക്കൊന്നും ഭീമസേനനോട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ഓടി
നാഗരാജാവായ വാസുകിയുടെ മുന്നിലെത്തുകയും നമ്മുടെ ലോകത്ത് ഒരു മനുഷ്യബാലൻ എത്തിയിരിക്കുന്നു, അതീവ ബലവാനായ ഈ മനുഷ്യബാലനാൽ നമ്മുടെ ദംശനം ഒന്നും ഫലിക്കുന്നില്ല എന്ന് വാസുകിയെ അറിയിക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ വാസുകി ഭീമസേനടുത്ത് വരികയും ഭീമസേനൻ്റെ ഈ വിരുത് കണ്ട് സന്തോഷത്താൽ ഭീമസേനനെ അഭിനന്ദിച്ചുകൊണ്ട് ആ സർപ്പകിങ്കരന്മാരോട് വാസുകി പറഞ്ഞു, ഇവിടെയുള്ള രസഗുളങ്ങൾ അടങ്ങിയ കലങ്ങൾ ഭീമസേനന് കുടിക്കാൻ കൊടുക്കുക. 1000 നാഗങ്ങളുടെ ശക്തി ലഭിക്കുന്ന, അതായത് 1000 നാഗങ്ങളുടെ നാഗരസമാണ് ഈ കുടങ്ങളിൽ അടച്ചു വെച്ചിരുന്നത്. ഈ നാഗരസങ്ങളെല്ലാം സർപ്പങ്ങൾ ഭീമസേനൻ്റെ മുന്നിലെത്തിക്കുകയും ഇവ ഓരോന്നായി ഭീമസേനൻ കുടിച്ചു തുടങ്ങുകയും ചെയ്തു. 8 കുടങ്ങളുടെ നാഗരസം ഉള്ളിലെത്തിക്കഴിഞ്ഞപ്പോൾ ഭീമസേനന് മയക്കം സംഭവിക്കുകയും മയങ്ങുന്നതിലേക്ക് വേണ്ടി നാഗങ്ങൾ തന്നെ തയ്യാറാക്കിയ തൽപ്പത്തിൽ ഭീമസേനൻ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഈ സമയം അങ്ങ് ഗംഗാനദിയിൽ കുളിക്കുകയായിരുന്ന പാണ്ഡവ കൗരവ ബാലന്മാരെല്ലാം സന്ധ്യാസമയമായി കുളി കഴിഞ്ഞ് കിരീടങ്ങളെല്ലാം കഴിഞ്ഞ് കരയ്ക്ക് കയറി പാണ്ഡവ ബാലന്മാർ യുധിഷ്ഠിരനും അർജുനനുമൊക്കെ ഭീമനെ കാണാനില്ല എന്ന് അന്വേഷിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞ് ദുര്യോധനൻ ഭീമൻ നേരത്തെ തന്നെ കയറിയാൻ കൊട്ടാരത്തിലെത്തി പോയി കഴിഞ്ഞു എന്ന് അവരെ അറിയിക്കുകയും ഇത് കേട്ട് കഴിഞ്ഞ് പാണ്ഡവരും കൗരവരുമായ എല്ലാ ബാലന്മാരും കൊട്ടാരത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്ന് യുധിഷ്ഠിരൻ ആദ്യം സ്വമാതാവായ കുന്തിദേവിയോട് ഭീമസേനൻ ഇവിടെ എത്തിയോ, അവൻ എവിടെയാണ് എന്ന് അന്വേഷിക്കുകയും എന്നാൽ ഭീമസേനൻ എത്തിയിട്ടില്ല എന്ന് കുന്തിദേവി യുധിഷ്ഠിരനെ അറിയിക്കുകയും ഇതിലെന്തോ ചതിയുണ്ടെന്ന് യുധിഷ്ഠിരൻ മനസ്സിലാക്കി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് പാണ്ഡവ ബാലന്മാരെല്ലാവരും കൂടെ അവർക്കെന്തെങ്കിലും ദുരിത പ്രയാസങ്ങളുണ്ടായാൽ ഓടിയെത്തുകയും പരാതി പറയുകയും ചെയ്യുന്നത് വിതുരരുടെ അടുത്താണ്. അങ്ങനെ അന്നും വിതുരരുടെ അടുത്തെത്തുകയും വിതുരരോട് ഭീമസേനനെ കാണാനില്ലെന്നും ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഭീമസേനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ഭീമസേനനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അവൻ എവിടെ പോയാലും അവൻ തിരിച്ചു വന്നുകൊള്ളും. നിങ്ങൾ ധൈര്യമായി കൊട്ടാരത്തിലിരുന്നു കൊള്ളാൻ വിതുരർ പാണ്ഡവരെ ഉപദേശിക്കുകയും വിതുരരുടെ വാക്യങ്ങൾ ഒരിക്കലും പാഴാവുകയില്ല എന്നറിയാമായിരുന്ന പാണ്ഡവർ, അതായത് യുധിഷ്ഠിരനും അനുജന്മാരും ഭീമസേനനെ തിരക്കിപ്പോകാതെ കൊട്ടാരത്തിൽ കാത്തിരിക്കുകയാണ് ചെയ്തത്. അങ്ങ് നാഗലോകത്ത് ഉറങ്ങുകയായിരുന്ന ഭീമസേനൻ തുടർച്ചയായി 8 ദിവസങ്ങൾ ഉറങ്ങുകയും 8ാം ദിവസമായപ്പോൾ ഭീമസേനൻ ഉറക്കം എണീക്കുകയും ചെയ്തു. ആ സമയത്ത് ഭീമസേനൻ അടുത്തെത്തിയ നാഗങ്ങൾ ഭീമസേനനോട് പറഞ്ഞു, അല്ലയോ മഹാബല, അങ്ങ് അകത്താക്കിയിരിക്കുന്ന ഈ നാഗരസങ്ങളുടെ ശക്തി അങ്ങേക്കിപ്പോൾ 10,000 ആനകളുടെ ബലം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും ഇനി എത്രയും പെട്ടെന്ന് അങ്ങ് കൊട്ടാരത്തിലേക്ക് പോവുക. അങ്ങയെ കാത്ത് മാതാവും സഹോദരങ്ങളും ഇരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിലെത്തുവാൻ അറിയിക്കുകയും നാഗങ്ങൾ നിമിഷനേരം കൊണ്ട് തന്നെ നാഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഭീമസേനനെ എത്തിക്കുകയും ചെയ്തു. ഭീമസേനൻ കൊട്ടാരത്തിലെത്തി. ഭീമസേനനെ കണ്ട് വളരെയധികം സന്തോഷിച്ച കുന്തിദേവിയും പാണ്ഡവരും കുന്തിദേവി ഭീമസേനനെ കെട്ടിപ്പുണർന്ന് മൂർധാവിൽ ചുംബിക്കുകയും ഭീമസേനൻ നടന്ന സംഭവങ്ങളെല്ലാം കുന്തിദേവിയോടും പാണ്ഡവരോടും വിവരിക്കുകയും ചെയ്തു. ഇത് കേട്ടുകഴിഞ്ഞ പാണ്ഡവർ ഓരോരുത്തരും ഭീമസേനൻ്റെ ശരീരത്തിൽ സ്പർശിച്ച് ബലം പരിശോധിച്ചു നോക്കുകയും കാരിരുമ്പിനേക്കാൾ കരുത്ത്, ശക്തി ആ ശരീരത്തിൽ കാണുന്നത് അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എന്തായാലും ഈ വിവരം തൽക്കാലം രഹസ്യമാറ്റി വയ്ക്കുക, കൗരവരോ മറ്റാരും അറിയണ്ട എന്ന് യുധിഷ്ഠിരൻ്റെ നിർദ്ദേശപ്രകാരം അവർ
ഇത് പുറത്തു പറയാതെ മുന്നോട്ട് പോയി. ഭീമസേനൻ തിരിച്ചെത്തിയത് അറിഞ്ഞ് ഭീമസേനനെ കണ്ടപ്പോൾ ദുര്യോധനന് വല്ലാത്ത ഒരു ഇളിഭ്യത അനുഭവപ്പെടുകയും പുറത്ത് ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിൽ പക വർദ്ധിക്കുകയാണ് ചെയ്തത്. വീണ്ടും വീണ്ടും ഏത് വിധേനയും ഭീമസേനനെ ഇല്ലായ്മ ചെയ്യണമെന്നും ഭീമസേനനെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ പാണ്ഡവർ ബാക്കിയുള്ളവരെ തൻ്റെ കീഴിൽ കൊണ്ടുവരാൻ കഴിയൂ എന്ന് ദുര്യോധനൻ നിലയ്ക്കുകയും അത് പ്രകാരം പല വിദ്യകളും പല അവസരത്തിലും പ്രയോഗിക്കുകയും ഈ ബാല്യകാലത്ത് ഭീമസേനനോട് പ്രയോഗിച്ച ഒരു വിദ്യയും ഫലിക്കാതെ ഭീമസേനൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്തായാലും ക്ഷത്രിയർക്ക് ഏറ്റവും പ്രധാനമായ അസ്ത്രാഭ്യാസങ്ങൾ പഠിപ്പിക്കാനുള്ള സമയമായെന്ന് മനസ്സിലാക്കിയ ഭീഷ്മർ പാണ്ഡവരെയും കൗരവരെയും അസ്ത്രാഭ്യാസം പഠിപ്പിക്കുന്നതിലേക്ക് വേണ്ടി കൊട്ടാരത്തിൽ തന്നെ, അതായത് ഹസ്തിനപുരി കൊട്ടാരത്തിൽ തന്നെ ഉണ്ടായിരുന്ന ധനുർവേദ ആചാര്യനായ കൃപാചാര്യരെ ചുമതലപ്പെടുത്തുകയും കൃപാചാര്യർ ആ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി ഈ കൃപാചാര്യരാരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗൗതമ മഹർഷിയുടെ പരമ്പരയിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ ശ്രേഷ്ഠനായിരുന്നു ശരദ്വാൻ. ഈ ശരദ്വാൻ അക്കാലത്ത് ബ്രാഹ്മണർക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള വേദ മന്ത്ര പഠനത്തെക്കാൾ താല്പര്യം കാണിച്ചത് ധനുർവിദ്യയിലായിരുന്നു. അതിനാൽ ശരദ്വാനെ അദ്ദേഹത്തിൻ്റെ പിതാവ് അസ്ത്രവിദ്യകളൊക്കെ പഠിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന അസ്ത്രവിദ്യകളെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ശരദ്വനൊരാഗ്രഹം, തപസ്സനുഷ്ഠിച്ച് അനേകം ദിവ്യാസ്ത്രങ്ങൾ നേടണമെന്നത്. അങ്ങനെ വനത്തിലേക്ക് പോവുകയും അവിടെ തപസ് അനുഷ്ഠിച്ചിരിക്കുന്ന സമയത്ത് ഈ ശരദ്വന് 2 കുഞ്ഞുങ്ങളുണ്ടാവുകയും ഒറ്റയ്ക്ക് തന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തേണ്ട ചുമതല ശരദ്വന് എത്തിയതിനാൽ അദ്ദേഹത്തിൻ്റെ തപസ്സിന് ഭംഗം വരുത്തുകയും ആ തപസ് ഒരു കാരണവശാലും ഭംഗം വരാതെ തുടരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതിനാൽ ഈ കുഞ്ഞുങ്ങളെ ആശ്രമത്തിൽ തന്നെ ഉപേക്ഷിച്ച് ശരദ്വാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഈ സമയത്ത് ഹസ്തിനപുരി കൊട്ടാരത്തിൽ നിന്ന് അന്നത്തെ രാജാവായിരുന്ന ശന്തനു മഹാരാജാവും പരിവാരങ്ങളും വേട്ടയ്ക്കായി വനത്തിലെത്തുകയും ശന്തനു മഹാരാജാവിൻ്റെ പരിവാരങ്ങളിൽപ്പെട്ട ഏതാനും ആൾക്കാർ ഈ ആശ്രമത്തിൽ കയറി നോക്കി അവിടെ കുഞ്ഞുങ്ങളെ കാണുകയും ഈ കുഞ്ഞുങ്ങളെ ശന്തനു മഹാരാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ശന്തനു മഹാരാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ കുഞ്ഞുങ്ങളെ ഹസ്തിനപുരി കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തുകയും ശന്തനു മഹാരാജാവിൻ്റെ കൃപ കൊണ്ട് വളർന്നതിനാൽ ഉണ്ണിക്ക്, അതായത് ബാലന്, ആൺകുഞ്ഞിന് കൃപനെന്നും പെൺകുട്ടിക്ക് കൃപി എന്നും പേര് നൽകുകയും ചെയ്തു. അങ്ങനെ കൃപനും കൃപിയും കൊട്ടാരത്തിൽ വളരുകയും തപസ് ഭംഗം വരുത്താതെ തപസ് തുടർന്നതിലേക്ക് വേണ്ടി പോയ ശരദ്വാൻ തപസ്സിലൂടെ ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിയതിനു ശേഷം തൻ്റെ ഉണ്ണികൾ ഹസ്തിനപുരി കൊട്ടാരത്തിലുണ്ടെന്നറിഞ്ഞ് അവിടെ വന്ന് രാജാവിനെ മുഖം കാണിച്ച് തൻ്റെ കുഞ്ഞുങ്ങളാണ് ഇവരെന്ന് അറിയിക്കുകയും വിവരങ്ങളെല്ലാം അറിഞ്ഞ് ശന്തനു മഹാരാജാവ് കൃപനെ അസ്ത്രാഭ്യാസങ്ങളെല്ലാം പഠിപ്പിക്കാൻ ശരദ്വനോട് ഉപദേശിക്കുകയും ശരദ്വൻ കൃപനെ അറിയാവുന്ന ധനുർവേദങ്ങളും അസ്ത്രാഭ്യാസങ്ങളും ദിവ്യാസ്ത്രങ്ങളും എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. ആ കൃപൻ തുടർന്ന് ഹസ്തിനപുരി കൊട്ടാരത്തിൽ വസിച്ചുകൊണ്ട് ഹസ്തിനപുരി കൊട്ടാരത്തിലെ പരമ്പര രാജകുമാരന്മാരെ അസ്ത്രാഭ്യാസങ്ങൾ പഠിപ്പിക്കുക എന്നത് അദ്ദേഹം ചുമതല ഏറ്റെടുത്തു. അങ്ങനെയാണ് ആ കൃപാചാര്യരാണ് പാണ്ഡവരുടെയും കൗരവരുടെയും അസ്ത്രാഭ്യാസ ചുമതല ഏറ്റെടുത്ത് പഠനം തുടങ്ങിയതും നല്ലവണ്ണം അവരെ പഠിപ്പിച്ച് മുന്നേറുകയും ചെയ്തു. എന്തായാലും ഭീഷ്മർക്ക് കൃപനിൽ നിന്ന് കിട്ടുന്ന അഭ്യാസങ്ങൾ, വിദ്യകൾ മാത്രം കുമാരന്മാർക്ക് പോരാ എന്ന് തോന്നി. അതിന് കാരണം
ബാല്യം മുതൽ തന്നെ കൃപാചാര്യനെ കൊട്ടാരത്തിൽ കണ്ടു വളർന്ന ഈ ഉണ്ണികൾ കൃപാചാര്യയുടെ ശിക്ഷണം ശരിയാവണ്ണം സ്വീകരിക്കുന്നില്ല എന്ന് തോന്നിയതിനാൽ മറ്റേതെങ്കിലും കൃപനേക്കാൾ വിദഗ്ധനായ ഒരു അസ്ത്രാഭ്യാസിയെ കൊണ്ട് പാണ്ഡവരെയും കൗരവരെയും കൂടുതൽ അഭ്യസിപ്പിക്കണം എന്ന ആഗ്രഹം ഭീഷ്മർക്ക് നിലനിൽക്കുകയും അതിലേക്ക് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഭാഗം ഞാനിന്നിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗത്ത് പാണ്ഡവ കൗരവ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുതിയ ധനുർ വേദ വിദഗ്ധൻ എന്നെ കണ്ടെത്തുന്നതും അസ്ത്രാഭ്യാസങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്നതുമായ കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് തുടരാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.